രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആദ്യമായി എന്താണ് ചെയ്യുന്നത്? ഫോൺ നോക്കുകയോ സോഷ്യൽ മീഡിയ തുറക്കുകയോ അലസമായി കിടക്കുകയോ ആണോ? നമുക്ക് മനസ്സിലാവാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ ദിവസത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് പറയാം, ശരീരം രോഗങ്ങളില്ലാതെ മനസ്സ് സമാധാനത്തോടെ ആത്മാവ് ഉണർന്ന നിലയിൽ നിലനിർത്താൻ വെറും 5 കാര്യങ്ങൾ മതി. ഈ 5 കാര്യങ്ങൾ ബുദ്ധൻ പോലും പഠിപ്പിച്ച ജീവിത സത്യങ്ങളാണ്. ശരീരം, മനസ്സ്, മനോഭാവം ഇവയെല്ലാം ഒരുമിച്ചാണ് ആരോഗ്യം നിലനിർത്തുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ആ 5 പ്രഭാതശീലങ്ങൾ. അവ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റുമെന്നും നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ടത് ചൂടുവെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരത്തെ ശുദ്ധമാക്കുന്നതിനുള്ള ആദ്യ പടിയാണത്. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളം അത്യാവശ്യമാണ്. പക്ഷെ രാവിലെ ഉണർന്ന ഉടനെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അതിന്റെ ശക്തി നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നാം 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളം കുടിക്കാതെ ഇരിക്കുകയാണ്. അതിനാൽ നമ്മുടെ ശരീരത്തിൽ ജലക്ഷയം സംഭവിക്കുന്നുണ്ട്. ഇതോടെ രക്തം കട്ടിയാവും, വിഷാംശങ്ങൾ കൂടി നിൽക്കും. രാവിലെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ശരീരം അതിനെ പുതിയ തുടക്കമെന്ന് കരുതുന്നു. ഇത് ചെയ്യുന്നതിലൂടെ എന്താണ് നടക്കുന്നതെന്ന് പറയാം. ഡൈജഷൻ സിസ്റ്റം ഉണരുന്നു. ഉറക്കം കഴിഞ്ഞപ്പോൾ ജീർണ പ്രക്രിയ സാവധാനമായിരിക്കും. ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആ പ്രക്രിയ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നു. പിന്നെയുള്ള ഒരു കാര്യം, ടോക്സിൻ റിമൂവ് ചെയ്യുന്നു, അതായത് വിഷാംശങ്ങൾ പുറത്താക്കുന്നു. രാത്രി ലിവർ പല വിഷാംശങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കുന്നു. പിന്നെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിന്റെ താപനിലയും മെറ്റബോളിസവും ഉണരുന്നുണ്ട്. അതായത് വണ്ണം കുറയ്ക്കാനായി ശ്രമിക്കുന്നവർക്ക് ഇതൊരു അത്ഭുതകരമായ മാറ്റമായിരിക്കും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നു. വെള്ളം കുടിക്കുന്നത് മലബന്ധം നീക്കം ചെയ്യുന്നു. വയറിളക്കമല്ല, നേരിയ വെള്ളം കുടിക്കൽ ശരീരത്തിന്റെ പ്രവർത്തനം സ്വാഭാവികമാക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആയി നിലനിൽക്കും. ചൂടുവെള്ളം കുടിക്കുന്നത് രക്തം ശുദ്ധമാക്കും. അതിലൂടെ മുഖചർമ്മവും തിളങ്ങും. ഇനി ചിലർ ചോദിക്കും, തണുത്ത വെള്ളമല്ലേ നല്ലത്? അതല്ല, തണുത്ത വെള്ളം ശരീരത്തെ ഞെട്ടിക്കും, ഡൈജഷൻ കുറയ്ക്കും. ചൂടുവെള്ളം ശരീരത്തിനൊപ്പം പ്രവർത്തിക്കുന്നു. അതിലൽപ്പം നാരങ്ങാനീരും തേനും ചേർക്കുമ്പോൾ ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ വേഗത്തിൽ നടക്കും. തേൻ ആന്റി ഓക്സിഡൻസ് നിറഞ്ഞതാണ്. നാരങ്ങയിൽ വൈറ്റമിൻ സിയും ഉണ്ട്. നാം മരുന്നുകൾക്കായി ആയിരങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ ഈ ശീലം സൗജന്യവും ശക്തവുമാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ചൂടുവെള്ളം അത്യധികം ചൂടാവരുത്. ശരീരത്തിന് അനുകൂലമായ താപനിലയിലായിരിക്കണം. ഈ ശീലം ഒരു 21 ദിവസം തുടർന്നാൽ തന്നെ നിങ്ങൾക്ക് ചർമ്മം, ഉറക്കം, ഡൈജഷൻ എല്ലാത്തിലും മാറ്റം കാണാൻ സാധിക്കും. ദിവസത്തിന്റെ തുടക്കം വെള്ളത്തോടെ തന്നെ ആക്കുക. അതാണ് ആരോഗ്യമാർഗത്തിന്റെ തുടക്കം. രണ്ടാമതായുള്ള കാര്യമാണ് ആഴത്തിലുള്ള ശ്വസനം. ശ്വാസം എന്നത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ദൈവാനുഗ്രഹമാണെങ്കിലും അതിനെ ശരിയായി ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. രാവിലെ വായു ഏറ്റവും ശുദ്ധമാണ്. ആ സമയത്ത് 10 മിനിറ്റ് പ്രാണായാമം ചെയ്താൽ ശരീരം മുഴുവൻ ഓക്സിജൻ കൊണ്ട് നിറയും. ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ 20% ഓക്സിജൻ ആവശ്യമാണ്. ആഴത്തിൽ ശ്വസിക്കുമ്പോൾ ബ്രെയിൻ സെൽസ് കൂടുതൽ ഉണരും. ഇത് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോൾ കുറയ്ക്കുകയും ചെയ്യും. പ്രാണായാമത്തിന്റെ 3 ഘട്ടങ്ങളുണ്ട്. 1, ആഴത്തിൽ ശ്വസിക്കുക, അതായത് 4 സെക്കൻഡ് വരെ. പിന്നെ ഒരു 4 സെക്കൻഡ് അവ പിടിച്ചു വെക്കുക. ശേഷം 6 സെക്കൻഡ് മന്ദഗതിയിൽ പുറത്തേക്കും വിടുക. ഇതൊരു 10 റൗണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. ശാരീരികമായി ലഭിക്കുന്ന ഗുണങ്ങളുണ്ട് ഇതിന്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഹൃദയസൗഖ്യമുണ്ട്, ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയ്ക്കുന്നു, മനസ്സിന് സമാധാനവും കോൺസെൻട്രേഷനും വർദ്ധിക്കുന്നു, മെമ്മറിയും മെച്ചപ്പെടുന്നു. നമുക്ക് തോന്നും ശ്വാസമെടുക്കുന്നത് എളുപ്പമല്ലേ? പക്ഷെ ആഴത്തിൽ മനസ്സോടെ ബോധപൂർവം ശ്വസിക്കുമ്പോൾ ശരീരത്തിന്റെ 70% നാഡീവ്യൂഹവും ഉണരുന്നുണ്ട്. നിങ്ങൾ ദിനം തുടങ്ങുമ്പോൾ ആഴത്തിൽ ശ്വസിക്കുക. അതിനിടെ പറഞ്ഞോളൂ, ഇന്ന് ഞാൻ ആരോഗ്യവാനാണ്. ഈ വാക്ക് ശരീരത്തിലെ ഓരോ കോശവും കേൾക്കുന്നതാണ്. പ്രാണായാമം എന്നത് മതപരമായ ഒരു ആചാരമല്ല. അത് ശാസ്ത്രീയമായ ഒരു എനർജി റീസെറ്റാണ്. ശരീരത്തെ ശാന്തമാക്കാനും മനസ്സിനെ ഉറപ്പിക്കാനും ഇത്രയും എളുപ്പമായ മാർഗം വേറെ ഒന്നില്ല എന്ന് തന്നെ പറയാം. മൂന്നാമതായുള്ള കാര്യമാണ് സൂര്യപ്രകാശം എന്നത്. അതായത് നാച്ചുറൽ മെഡിസിൻ ആണ്. നമ്മുടെ ശരീരം സൂര്യനോട് അടുപ്പം പുലർത്തുമ്പോഴാണ് ആരോഗ്യം നിലനിർത്തുന്നത്. വൈറ്റമിൻ ഡി, കാൽഷ്യം, സെറോട്ടോണിൻ ഇവയുടെ ഉറവിടം സൂര്യൻ തന്നെയാണ്. രാവിലെ 6:30 മുതൽ 8 മണി വരെ ലഭിക്കുന്ന സൂര്യപ്രകാശം ഏറ്റവും ഗുണകരമാണ്. അതിനുശേഷമുള്ള കഠിന പ്രകാശം ചർമ്മത്തിന് ഹാനികരമാണ്. സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാം. വൈറ്റമിൻ ഡി നിർമ്മിതം നടക്കുന്നു. അതിലൂടെ ബോൺസ് ശക്തമാകും, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, ഡിപ്രഷൻ കുറയുകയും ശരീരത്തിലെ ഊർജ്ജനില ഉയരുകയും ചെയ്യും. സെറട്ടോണിൻ എന്ന ഹോർമോൺ ഹാപ്പി മൂഡിനെ നിയന്ത്രിക്കുന്നു. അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ സൂര്യപ്രകാശം കണ്ടവർ ദിനം മുഴുവൻ ഉന്മേഷമുണ്ടാകുന്നവരായിരിക്കും. മനസ്സിന്റെ കോണിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യപ്രകാശം പ്രകൃതിയുടെ ശബ്ദമില്ലാത്ത പ്രചോദനമാണ്. അതിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ജീവിതം ഉണരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം നിൽക്കുക. കൈകൾ നീട്ടി കണ്ണുകൾ അടച്ച് ആ ഊർജം ആസ്വദിക്കാൻ തന്നെ ശ്രമിക്കുക. വൈറ്റമിൻ ഡിയുടെ കുറവ് ഇപ്പോൾ ലോകത്താകെ വലിയ പ്രശ്നമാണ്. അതിനാൽ ഈ സൗജന്യ ചികിത്സയെ ഒരിക്കലും അവഗണിക്കരുത്.
ഇത് മരുന്നല്ല, പക്ഷെ മരുന്ന് ആവശ്യമില്ലാത്ത ശരീരത്തെ സൃഷ്ടിക്കുന്ന പ്രകാശം തന്നെയാണ്. നാലാമതായി ശീലമാക്കേണ്ട കാര്യമാണ് നന്ദിയും ധ്യാനവും. മനസ്സിന്റെ ശുചിത്വം തന്നെയാണിവ. രാവിലെ ഉണർന്ന ഉടനെ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണുള്ളത്? പലർക്കും ഫോൺ, ടെൻഷൻ, ആലോചനകൾ. പക്ഷെ അതിനു പകരം നന്ദിയും ധ്യാനവും ഉൾപ്പെടുത്തുക. നന്ദി പറയുക. 3 കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്കിന്ന് സന്തോഷം നൽകുന്ന ഒരു കാര്യം, എനിക്കിപ്പോൾ ഉള്ളതെന്താണ്, എനിക്ക് ലഭിക്കാനുള്ളത് എന്താണ്, ഞാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുക. ഈ ചിന്തകൾ ബ്രെയിനിന്റെ ഇമോഷണൽ സെന്റർ തന്നെ മാറ്റും. അതിലൂടെ നെഗറ്റിവിറ്റി കുറയും, പോസിറ്റിവിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അതിനുശേഷം 10 മിനിറ്റ് ധ്യാനം ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾ വരട്ടെ, പക്ഷെ അവയെ പിടിക്കരുത്. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രെയിൻ വേവ് സമാധാന നിലയിലേക്ക് മാറും. കുറച്ചുകൂടി ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ അമിഗ്ഡല്ല ശാന്തമാകും. കോൺസെൻട്രേഷനും മെമ്മറിയും ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കും. ദിവസത്തിന്റെ ടോൺ മുഴുവൻ തന്നെ മാറും. ധ്യാനം മതപരമല്ല, അത് മനസ്സിന്റെ ശുചിത്വം നിലനിർത്താനുള്ള ദിനശീലമാണ്. ദിവസേന നന്ദി പറയുന്നവർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി 40% കുറവാണെന്ന് ഗവേഷണം പറയുന്നുണ്ട്. അതിനാൽ രാവിലെ 10 മിനിറ്റ് മനസ്സിന് നൽകുക. അത് ശരീരത്തിന് ലഭിക്കുന്നതിലും വലിയ സമ്മാനമാണ്. 5-മതായുള്ള ശീലമാണ് ശരീരചലനം, അതായത് വ്യായാമം, നടക്കൽ, യോഗ തുടങ്ങിയവ. മനുഷ്യ ശരീരം ചലിക്കാൻ സൃഷ്ടിച്ചതാണ്. നമ്മൾ അതിനെ ഇരുത്തുമ്പോൾ രോഗം തുടങ്ങുന്നു. അതിനാൽ രാവിലെ 10-20 മിനിറ്റ് ശരീരം ചലിപ്പിക്കുക. അതുകൊണ്ടുള്ള ഗുണങ്ങൾ: രക്തയോട്ടം മെച്ചപ്പെടുന്നു, ഹൃദയം ശക്തമാകുന്നു, പേശികളും സന്ധികളും ലാഘവം നേടുന്നു, ശരീരത്തിലെ ഓക്സിജൻ ലെവൽ വർദ്ധിക്കുന്നു, ഷുഗർ BP നിയന്ത്രണവും ലഭിക്കുന്നു. നിങ്ങൾക്ക് ഹെവി വർക്കൗട്ട് വേണ്ട, നേരിയ സ്ട്രെച്ചിങ്, വാക്കിംഗ്, യോഗ അത്രമാത്രം മതിയാകും. മാനസികമായി ഉണ്ടാകുന്ന ഗുണങ്ങൾ: വ്യായാമം ചെയ്യുമ്പോൾ ബ്രെയിൻ എൻഡോർഫിൻസ് എന്ന സന്തോഷ ഹോർമോൺ പുറത്തിറക്കും. അത് സ്ട്രെസ് കുറയ്ക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. യോഗ ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ഒന്നായി തീരുന്നു. അത് ബ്ലഡ് ഫ്ലോയും ഫോക്കസും വളർത്തും. പലരും പറയുന്നൊരു കാര്യമാണിപ്പോൾ, സമയമില്ല. പക്ഷെ രോഗം വന്നാൽ ഡോക്ടർക്കായി മണിക്കൂറുകൾ ചെലവിടുകയും ചെയ്യും. അതിനാൽ പ്രിവെന്റീവായി ഈ സമയം നിക്ഷേപിക്കുക. വാക്കിംഗ് സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. പ്രകൃതിയുടെ ശബ്ദം കേൾക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ഓരോ ചുവടും ഉദ്ദേശത്തോടെ തന്നെ വയ്ക്കുക. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 15 മിനിറ്റ് വേഗതയുള്ള നടക്കൽ ദിവസേന ചെയ്യുകയാണെങ്കിൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത 30% വരെ കുറയുന്നു. അത് മരുന്നിനേക്കാൾ നല്ല ചികിത്സയാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇവയെല്ലാം ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും. പക്ഷെ സ്ഥിരമായി ചെയ്താൽ രോഗങ്ങൾക്കും മാനസിക അലസതയ്ക്കും നെഗറ്റീവ് ചിന്തകൾക്കും വിട പറയാം. ബുദ്ധൻ പറഞ്ഞതുപോലെ ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ്, സന്തോഷം ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതിനാൽ നാളെ മുതൽ ഈ 5 കാര്യങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതം സ്വയം തെളിയിച്ചു തരും. രോഗമില്ലാത്ത ശരീരവും സമാധാനമുള്ള മനസ്സും എങ്ങനെ അനുഭവിക്കാമെന്ന്. ആരോഗ്യം മനസ്സിന്റെയും ശരീരത്തിന്റെയും സമത്വത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നതിനെ ശക്തമാക്കാൻ ബുദ്ധന്റെ ഒരു ചെറു കഥ കൂടി പറയാം. ഒരു ദിവസം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു പഴയ സന്യാസിയെ കണ്ടു. അവൻ രോഗബാധിതനായിരുന്നു. ശരീരത്തിൽ ശക്തിയില്ല, ആരും പരിചരിക്കുന്നുമില്ല. ബുദ്ധൻ സമീപിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മറ്റാർക്കും നിന്നെ പരിചരിക്കാൻ താല്പര്യമില്ലാത്തത്? സന്യാസി പറഞ്ഞു, ഗുരുവേ, ഞാൻ ചെറുപ്പത്തിൽ മറ്റുള്ളവരെ സേവിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് ആരുമില്ല. ബുദ്ധൻ മന്ദഹസിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം. മറ്റുള്ളവരെ സേവിക്കുന്നത് സ്വയം രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്ന വഴിയാണ്. കാരണം കരുണയുള്ള മനസ്സ് 1000 ഔഷധങ്ങളെക്കാൾ ശക്തമാണ്. ശേഷം ബുദ്ധൻ തന്നെ സന്യാസിയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി, ഭക്ഷണവും നൽകി. ശിഷ്യന്മാർ അമ്പരന്നുപോയി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ബുദ്ധൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ബോധം എന്നത് രോഗമില്ലാത്ത ശരീരത്തിലല്ല, കരുണ നിറഞ്ഞ മനസ്സിലാണ് ഉണ്ടാകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.